ഹിസ്റ്ററിയിലെ തേർഡ് ചാപ്റ്റർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അഥവാ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ദെൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതായത് ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും മൗലിക കടമകളൊക്കെയാണ്. ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനയുടെ ആമുഖമാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒത്തിരി കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അവ എന്തൊക്കെയാന്ന് നോക്കാം. ചാപ്റ്ററിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതായത് ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കുമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളില് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇന്ത്യ സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആവുമെന്ന് എന്തിൽ പറയുന്നുണ്ട്? നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ പറയുന്നുണ്ട്. ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഇന്ത്യയുടെ ആമുഖത്തില് ഏത് രീതിയിൽ ഇന്ത്യ ആയിരിക്കുമെന്നാണ് പ്രഖ്യാപിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് എഴുതണം? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. നമ്മുടെ ഇന്ത്യയിലെ ഓരോ സിറ്റിസണിനോടും ഓരോ പൗരന്മാർക്കും മുന്നിൽ നമ്മുടെ ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കുമെന്നാണ് പ്രഖ്യാപിക്കുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളില് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ടെന്ന്. അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളും കൂടി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ എൻഷുർ ചെയ്യുന്നുണ്ട് അഥവാ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ഇറ്റ് ഓൾസോ എൻഷുർസ് സർട്ടൈൻ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് വിച്ച് ആർ ദേ. അതോടൊപ്പം ചില സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്നു. അവ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട് സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അവയിൽ ഒന്നാണ് എന്ത്? സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പുവരുത്തുന്നുണ്ട്, എൻഷുർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി നമ്മുടെ ഇന്ത്യയുടെ പ്രിയാമ്പിളിലൂടെ എൻഷുർ ചെയ്യുന്നുണ്ട്. അവയാണ് പ്രിയാമ്പിളിലേക്ക് ഒന്നും കൂടി ഒന്ന് നോക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് എന്ത്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഈ ഒരു കാര്യം നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? എൻഷുർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ലിബർട്ടി. ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വേർഷിപ്പ്. ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ വേറൊന്നും കൂടി ഈക്വാലിറ്റി. ഈക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമത്വം. ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. പദവിയിലും അവസരത്തിലും സമത്വം. പദവിയിലും അവസരത്തിലും സമത്വം. അതുപോലെ ഫ്രറ്റേണിറ്റി. ഫ്രറ്റേണിറ്റി മീൻസ് സാഹോദര്യം. ഫ്രറ്റേണിറ്റി അഷ്യൂറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ ഇന്റഗ്രിറ്റി ഓഫ് നാഷൻ. എങ്ങനെയാണ്? വ്യക്തിയുടെ അന്തസ്സും അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡയും ഉറപ്പുവരുത്തി സാഹോദര്യം പുലർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടി എന്തിൽ കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളില് ഉറപ്പുവരുത്തുന്നുണ്ട് അല്ലെങ്കിൽ എൻഷുർ ചെയ്യുന്നുണ്ട്. ഒരു തവണയും കൂടി
നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ പറയുന്ന സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സുകൾ, അതായത് സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ എൻഷെയർ ചെയ്യുന്ന സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ഒബ്ജക്റ്റീവ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ് സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി. മറ്റൊന്ന് ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വേർഷിപ്പ്, ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം. മറ്റൊന്നാണ് ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി, പദവിയിലും അവസരത്തിലുമുള്ള സമത്വം. മറ്റൊന്ന് ഫ്രട്ടേണിറ്റി, assuring the dignity of individual and the integrity of nation. ഫ്രട്ടേണിറ്റി അതായത് സാഹോദര്യം, വ്യക്തിയുടെ അന്തസ്സും അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സാഹോദര്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിലൂടെ നമ്മുടെ ഇന്ത്യയുടെ ഓരോ സിറ്റിസണിനും വേണ്ടിയിട്ട് എൻഷെയർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളില് ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്, സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൂടി ഇന്ത്യന്റെ ആമുഖത്തില് ഉറപ്പുവരുത്തുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഇവയൊക്കെ ഈ ഒരു ലക്ഷ്യങ്ങൾ, ഈ ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സുകളൊക്കെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ള ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില പ്രൊവിഷനുകളുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില വ്യവസ്ഥകളുണ്ട്. അവയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ. 2 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, നിർദ്ദേശക തത്വങ്ങൾ. 3 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ. നമ്മുടെ ഇന്ത്യയുടെ പ്രിയാമ്പിളിൽ പറഞ്ഞതനുസരിച്ച് ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് എല്ലാം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രൊവിഷനുകൾ അല്ലെങ്കിൽ വ്യവസ്ഥകളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ദെൻ മൗലിക കർത്തവ്യങ്ങൾ എന്നിവ. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങള് എന്താണ് നോക്കാം. നമുക്കറിയാം, പ്രധാനമായിട്ടും 6 മൗലികാവകാശങ്ങളാണ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇവയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ഈ 6 അവകാശങ്ങളും ഈ 6 ഫണ്ടമെന്റൽ റൈറ്റ്സും നമുക്ക് വിശദമായിട്ട് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലികാവകാശങ്ങളെ കുറിച്ച് നോക്കുക. റൈറ്റ്സ് വിച്ച് ആർ ഇന്റഗ്രൽ പാർട്ട് ഓഫ് എ ഡെമോക്രാറ്റിക് സൊസൈറ്റി ആർ എൻഷ്യേർഡ് ബൈ ഇന്ത്യ. ജനാധിപത്യ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായ അവകാശങ്ങള് ഇന്ത്യ ഉറപ്പു നൽകുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് എമംഗ് ദം ആർ ഇൻക്ലൂഡഡ് ഇൻ പാർട്ട് 3 ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മൾ പറഞ്ഞു, നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, അവിഭാജ്യ ഘടകങ്ങളായിട്ടുള്ള അവകാശങ്ങള് ഉറപ്പു നൽകുന്നുണ്ടെന്ന്. അവയിൽ ഏറ്റവും അനിവാര്യമായത് ഏതാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന പേരില് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തില്, അതായത് പാർട്ട് 3 കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സുകള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യന് ചോദിക്കാം, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം എന്താണ്? പാർട്ട് 3. ഏതാണ്? ഭാഗം 3 ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വൈ ആർ സർട്ടൈൻ റൈറ്റ്സ് നോൺ ആസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? എന്തുകൊണ്ടാണ് ചില അവകാശങ്ങള് മൗലികാവകാശങ്ങൾ എന്ന് അറിയപ്പെടുന്നത്? ചില അവകാശങ്ങളെ മാത്രം എന്തുകൊണ്ടാണ് മൗലികാവകാശങ്ങൾ എന്ന് അറിയപ്പെടുന്നത്? എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് വിച്ച് കാനോട്ട് ബി ഡിനൈഡ് ടു എ പേഴ്സൺ അറ്റ് എനി കോസ്റ്റ്. നമ്മുടെ ഇന്ത്യയുടെ സിറ്റിസണിന്, നമ്മുടെ ഇന്ത്യയിലെ ഏതൊരു പൗരൻക്കും ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. എന്ത് തന്നെ വന്നാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ those rights which cannot be denied means നിഷേധിക്കുക, denied to a person at any cost. എന്തൊരു കാരണവശാലും ഏത് കാരണത്താലായാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇനെവിറ്റബിൾ ഫോർ ദ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസത്തിന് ഒഴിച്ചുകൂടാനാകാത്തവയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല, ദേ ആർ വെരി എസെൻഷ്യൽ ഫോർ ലീഡിങ് എ ഡിഗ്നിഫൈഡ് ലൈഫ്. അന്തസ്സുള്ള ജീവിതം നയിക്കുന്നതിന് അവ അത്യാവശ്യമാണ്. എന്ത് അത്യാവശ്യമാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് അത്യാവശ്യമാണ്. അന്തസ്സുള്ള ജീവിതം നയിക്കുന്നതിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങള് അത്യാവശ്യമാണ്. നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്ത് കാരണം വെച്ചാലും ദോസ് റൈറ്റ്സ് വിച്ച് കനോട്ട് ബി ഡിനൈഡ്, എന്ത് കാരണത്താലായാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റിന്, അതുപോലെ തന്നെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ലൈഫിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നും കൂടിയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ദെയർ പ്രൊട്ടക്ഷൻ ആർ വെരി ഇമ്പോർട്ടന്റ് ഇൻ ഡെമോക്രാറ്റിക് സൊസൈറ്റി. നമ്മുടെ ജനാധിപത്യ സമൂഹത്തില് മൗലികാവകാശങ്ങൾക്കും അതുപോലെ തന്നെ മൗലികാവകാശ സംരക്ഷണത്തിനും വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ദെയർ പ്രൊട്ടക്ഷന്, മൗലികാവകാശങ്ങൾക്കും മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വലിയ പ്രാധാന്യം തന്നെ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുമ്പ് നമ്മുടെ ഇന്ത്യ ഫോറിൻ റൂൾ ആയിരുന്നു എന്ന്. അതായത് വൈദേശിക ആധിപത്യത്തിലായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ജനങ്ങൾ ജീവിച്ചിരുന്നത്. ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ പീപ്പിൾസിന് അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസണിന് ഈ പറയുന്ന രീതിയിലുള്ള റൈറ്റ്സോ അല്ലെങ്കിൽ ലിബർട്ടിയോ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അവകാശങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ക്വസ്റ്റ്യൻ കാണാം, ഡിഡ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എൻജോയ് റൈറ്റ്സ് ആൻഡ് ലിബർട്ടി ഡ്യൂറിങ് ഫോറിൻ റൂള്? അതായത് വൈദേശിക ആധിപത്യത്തിന്റെ കീഴില് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവകാശങ്ങളും സ്വാതന്ത്ര്യവും ലഭ്യമായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷ് റൂളില്, അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു എന്ന്.
ഈ സമയത്ത് നമ്മുടെ ഇന്ത്യൻ സിറ്റിസണിന് ഒരുപാട് മെനി റൂൾസ്, ഒരുപാട് അവകാശങ്ങള് എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, നിഷേധിച്ചിട്ടുണ്ട്, ഡിനേ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഹാഡ് ബീൻ ഡിനൈഡ് മെനി റൈറ്റ്സ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂള്. നമ്മുടെ ഇന്ത്യൻ സിറ്റിസണിന് ഒരുപാട് റൈറ്റ്സുകളൊക്കെ തന്നെ ഡിനൈ ചെയ്തിട്ടുണ്ട്, നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ്, നമ്മുടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരങ്ങള് എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യൻ സിറ്റിസണിന് അവകാശങ്ങൾ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവര് മുന്നോട്ടേക്ക് വന്നു. ആര് മുന്നോട്ടേക്ക് വന്നു? ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ്, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഇന്ത്യൻ പൗരന്മാർക്ക് അവകാശങ്ങള് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ടേക്ക് വന്നു. അങ്ങനെ വന്ന അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഇന്ത്യൻ സിറ്റിസണിന് റൈറ്റ്സ് വേണമെന്ന് അവകാശപ്പെട്ടുകൊണ്ട്, അതായത് ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, റൈറ്റ്സ് വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ള ഒന്നാണ് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഈ 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യന്റെ സ്ട്രഗിള്, ഇൻഡിപെൻഡൻസ് സ്ട്രഗിള്, അതായത് സ്വാതന്ത്ര്യ സമരവും ലക്ഷ്യം വെച്ച കാര്യങ്ങൾ ഒക്കെയും കൂട്ടിയിട്ടാണ്, ഇതിന്റെ ഒക്കെ ബേസിലാണ് എന്ത് തയ്യാറാക്കിയിട്ടുള്ളത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് തയ്യാറാക്കിയിട്ടുള്ളത്, അതായത് മൗലിക അവകാശങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിന്റെ ബേസിലും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിന്റെ, അതായത് സ്വാതന്ത്ര്യ സമരം ലക്ഷ്യം വെച്ചതിന്റെയും അടിസ്ഥാനത്തിലാണ്, ബേസിലാണ് പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്, നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കള് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങള് തയ്യാറാക്കിയത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ദ ബിൽ ഓഫ് റൈറ്റ്സ് ഇൻ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ദ ഫോർമുലേഷൻ ഓഫ് അവർ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതായത് അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പട്ടികയും നമ്മുടെ മൗലികാവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങള് രൂപീകരിക്കുന്ന സമയത്ത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബിൽ ഓഫ് റൈറ്റ്സ്, അതായത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അവകാശ പട്ടിക നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എന്ത് ചെയ്തിട്ടുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പുവരുത്തുന്ന 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. 6 മൗലികാവകാശങ്ങളാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ 6 മൗലികാവകാശങ്ങളും നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. നോക്കുക, ഫസ്റ്റ് റൈറ്റ് ടു ഈക്വാലിറ്റി. റൈറ്റ് ടു ഈക്വാലിറ്റി അതായത് സമത്വത്തിനുള്ള അവകാശം. രണ്ടാമത്തത് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3 റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് എതിരായിട്ടുള്ള അവകാശം. 4 റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 6 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ഈ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എന്ത് ചെയ്യുന്നത്, ഉറപ്പ് നൽകുന്നത്.